ഇല്ല, ദുനിയാവിന്റെ സുഖങ്ങളില്ല, ദുനിയാവിന്റെ സന്തോഷങ്ങൾ ആവശ്യമില്ല. ആ മകൻ ഒറ്റക്ക് കഴിയുകയാണ്. 16 വയസ്സ് ഉള്ള ആ മകൻ ഇബാദത്തിനെ തെരഞ്ഞെടുക്കുകയാണ്. ഏത് സമയവും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. യജമാനനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ബാപ്പാന്റെ അരികിൽ ഇങ്ങനെ നടന്നു പോകുന്നു. ആരാണ് ബാപ്പ? ഹാറൂനുർ റഷീദ് രാജാവാണ് ബാപ്പ. ആ ബാപ്പാന്റെ അരികിൽ ഇങ്ങനെ പോകുമ്പോ വഹൗലഹു സറാഉഹു, ബാപ്പാന്റെ ചുറ്റും, ബാപ്പ രാജാവല്ലേ, ബാപ്പാന്റെ ചുറ്റും മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാരൊക്കെ നിൽക്കുമ്പോഴാണ് ഹാറൂൻ റഷീദ് രാജാവിന്റെ മകൻ അതിലൂടെ ഇങ്ങനെ വിട്ടുകിടക്കുകയാണ്. വിട്ടുകിടന്നപ്പോ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയില്ല, ആഡംബരമില്ല. ഒരു സാധുവായ മനുഷ്യനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോ ഈ ബാപ്പ ഹാറൂൻ റഷീദ് രാജാവ് മോനോട് പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഈ നിങ്ങളെ അവസ്ഥ കൊണ്ട് നിങ്ങൾ എന്നെ വഷളാക്കുകയാണല്ലോ. ചുരുങ്ങിയത് നിങ്ങൾ രാജാവായ എന്റെ മോനാണെന്നൊരു ബോധമെങ്കിലും വേണ്ടേ? നിങ്ങൾ ഇങ്ങനെ ആഡംബരമൊന്നുമില്ലാതെ വളരെ സാധുവായി ഇങ്ങനെ നടന്നാല് നിങ്ങൾ എന്നെ വഷളാക്കുകയാണല്ലോ രാജാവിന്റെ മോനെ എന്നിങ്ങനെ പറഞ്ഞപ്പോ ഫലം യുജിബുൽ വലദു, മോൻ ഒരു ഉത്തരം കൊടുത്തില്ല, ബാപ്പാക്കൊരു ഉത്തരവും കൊടുത്തില്ല. പിന്നെയോ ബാപ്പാന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ 16 വയസ്സുള്ള മകൻ ഒരത്ഭുതം കാണിക്കുകയാണ്. ആ മകൻ മെല്ലെ അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ അതേ അവിടെ ഒരു സ്ഥലത്ത് ഒരു പക്ഷി ഇരിക്കുന്നു. ആ പക്ഷി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഈ മകൻ അവിടുന്ന് പറയാണ്, അയ്യുഹത്വായിർ, ഓ പക്ഷിയേ, നിന്നെ പടച്ച രാജാവിനെ മുൻനിർത്തി നിന്നോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നീ ആ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വന്നിട്ട് എന്റെ ഈ കയ്യിൽ ഒന്നിരിക്കണോ. ഇത് പറഞ്ഞതേയുള്ളൂ. ബാപ്പാന്റെ മുന്നിൽ മകൻ ഈ പക്ഷിയോട് ആവശ്യപ്പെടുകയാണ്. പറഞ്ഞതേയുള്ളൂ. ഈ പക്ഷി വന്നിട്ട് ഹാറൂൻ റഷീദ് രാജാവിന്റെ മകന്റെ കയ്യിൽ വന്നിരിക്കുന്നു. പിന്നെ കുറച്ച നേരം കഴിഞ്ഞതിന് ശേഷം ഈ പക്ഷിയോട് ഈ രാജാവിന്റെ മകൻ പറയാണ്, മതി, ഇനി നേരത്തെ നിങ്ങൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് തന്നെ നിങ്ങളൊന്ന് മടങ്ങിപ്പോകൂ. പറയേണ്ട താമസം, നേരത്തെ ആ പക്ഷി എവിടെയാണോ ഉണ്ടായത് അവിടേക്ക് ആ പക്ഷി മടങ്ങുകയാണ്. പിന്നെ ഈ രാജാവിന്റെ മകൻ എന്ത് ചെയ്തു? ആ പക്ഷിയോട് ആവശ്യപ്പെടുകയാണ്, ഇതാ ഇവിടെ നിൽക്കുന്നു അമീറുൽ മുഅ്മിനീൻ ഹാറൂനുർ റഷീദ് രാജാവ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്, രാജാവാണ്. ആ രാജാവിന്റെ കയ്യിൽ ഒന്ന് വന്നിരിക്കുമോ? സുബ്ഹാനല്ലാഹ്, ഫലം യഅതി, രാജാവിന്റെ കയ്യിൽ വന്നിരിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഈ പക്ഷി രാജാവിന്റെ കയ്യിൽ വന്നില്ല. ഉടനെ മകൻ ഹാറൂൻ റഷീദ് രാജാവിനോട് പറഞ്ഞു, നിങ്ങളാണ് ബാപ്പ ഇപ്പൊ എന്നെ ഔലിയാക്കൾക്കിടയിൽ വെച്ച് എന്നെ ഫളീഹത്താക്കിയത് നിങ്ങളാണ്. കാരണം മകനായ ഞാൻ വിളിച്ചപ്പോഴേക്ക് ഈ പക്ഷി എന്റെ കയ്യിൽ വന്നിരുന്നു. അതേ സമയത്ത് നിങ്ങളെ കയ്യിൽ വന്നിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ വന്നില്ല. എന്തുകൊണ്ടാണ് ആ പക്ഷി നിങ്ങളുടെ അരികിലേക്ക് വരാത്തത്? ബിഹുബ്ബിക ലിദ്ദുനിയാ, ദുനിയാവിനോടുള്ള നിങ്ങളുടെ അമിതമായ
താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഔലിയാക്കൾക്കിടയില് നിങ്ങളെ മകനായ ഞാനൊന്ന് ഫളിയത്തായി പോയല്ലോ, അതുകൊണ്ട് ബാപ്പ ഞാൻ തീരുമാനിക്കുകയാണ്, വഖദ് അസംതു അലാ മുഫാറഖതിക, തൽക്കാലം ഞാൻ നിങ്ങളിൽ നിന്ന് പിരിയുകയാണ്. അത് എന്റെ റബ്ബിന് വേണ്ടിയുള്ള പിരിച്ചിലാണ്, എന്റെ ഖൈറിന് വേണ്ടിയാണ്, നിങ്ങളെ ഖൈറിനും വേണ്ടിയാണ്, അല്ലാതെ ബാപ്പാനോട് പിണങ്ങിയിട്ടല്ല. അങ്ങനെ ബാപ്പാനോടും ഉമ്മനോടും പിണങ്ങാൻ പാടില്ലല്ലോ. പക്ഷേ ബാപ്പാനെയും വിട്ട് മകൻ നാട് വിട്ടു പോകുമ്പോ അതേ വലം യഖുദു ഇല്ലാ ഖാതമൻ വ മുസ്ഹഫ, ബാപ്പ വലിയ ഭരണാധികാരിയാണ്, വലിയ സമ്പത്തിന്റെ ഉടമയാണ് ബാപ്പ. പക്ഷേ ആ ബാപ്പയുടെ സമ്പത്തിൽ നിന്ന് ഒന്നും വാങ്ങിയില്ല. ആകെ എടുത്തത് 2 വസ്തുക്കൾ മാത്രമാണ്. ഒന്ന് ഒരു മോതിരമാണ്, രണ്ടാമത്തതൊരു മുസ്ഹഫാണ്. ആ മോതിരവും മുസ്ഹഫും എടുത്തിട്ട് ഈ മകൻ അവിടുന്ന് പോവാണ്. ബസറ എന്ന പട്ടണത്തിൽ പ്രവേശിക്കുകയാണ്. ആ മകൻ എന്താണ് തൊഴില്? അതേ മകൻ ഒരു മേസ്തിരിയാണ്. അതേ ഗാരന്റെ പണിക്ക് പോവാണ്. ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയല്ലേ പറയാ. അങ്ങനെ എല്ലാ ശനിയാഴ്ചയും ഇതുപോലെ എവിടെയെങ്കിലും ഒരു വീട് പണി നടക്കുമ്പോ അവിടെ കല്ല് വെക്കാനോ മണ്ണുകൊണ്ട് ആ കല്ലില് ആ കല്ലിന്റെ ഇടയിൽ മണ്ണ് വെച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ അവിടെ വീടിന് തറക്കല്ലിടുന്ന സമയത്ത് തറയുടെ പണി നടക്കാനും ആ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ മകൻ കൂടെ പോയി നിൽക്കുന്നു. പക്ഷേ എത്ര അധ്വാനിച്ചാലും ആ മകൻ സമ്പാദ്യമായി ശമ്പളം എന്ന നിലക്ക് വാങ്ങുന്നത് ഒരൊറ്റ ദിർഹം മാത്രമാണ്, ഒരു വെള്ളി നാണയം മാത്രമാണ്. അങ്ങനെ നാട്ടിലാകെ പാട്ടായി. എന്താ പാട്ടെന്നറിയോ? ഈ നാട്ടിലൊരു ഒരാളുണ്ട്, ചെറിയ പൈസക്കാണ് അദ്ദേഹം ജോലി എടുക്കുന്നത്. ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു വീട് പണിയൊക്കെ എടുക്കണമെങ്കിൽ ഞങ്ങൾ വേഗം യുപിക്കാരെ വിളിക്കും, നേപ്പാളുകാരെ വിളിക്കും. കാരണം ചോദിക്കുമ്പോ പറയും അത് ഞങ്ങൾ ഇവിടുത്തെ ആളുകൾക്ക് ഒരു അധ്വാനിക്കുന്നതും കുറവ്, പണിയും കുറവ്, പൈസ കൂടുതൽ കൊടുക്കണം. അവിടുത്തെവരങ്ങനെയല്ല. ഈ ന്യായത്തോട് എനിക്ക് യോജിപ്പുണ്ട് എന്നല്ലോ പറയണേ. അങ്ങനെയാണ് പറയുന്നത്. ഇനിയിപ്പോ എന്റെ മേൽ കുതിര കയറൊന്നുമുണ്ട. ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുണ്ട് എന്നല്ല, നാട്ടുകാരെ മോശാക്കി എന്ന് പറയണ്ട. അത് പറയലങ്ങനെയാണ്. അതേ സമയത്ത് നോർത്ത് ഇന്ത്യക്കാരാണെങ്കിൽ ഒരു നന്നായി പണിയെടുക്കും ചെയ്യും, കുറഞ്ഞ പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾക്ക് കുറഞ്ഞ പൈസക്ക് പണിയെടുക്കുന്നവരെ എവിടെയെങ്കിലും കിട്ടിയാൽ ഞാൻ വേഗം വിളിക്കും. എല്ലാരും സ്വഭാവമാണ്. എന്നാൽ നാട്ടിലാകെ പാട്ടായി. ഇങ്ങനെ ഒരാളുണ്ട്, ചെറിയ പൈസക്ക് നന്നായി പണിയെടുക്കും, ജോലി എടുക്കൂ. അപ്പോ അബൂ ആമിറുൽ വാഇദുൽ ബസരി റളിയല്ലാഹു അൻഹു, ബസറയിൽ വലിയ പണ്ഡിതനുണ്ട്, വലിയ വഅദ് പറയുന്ന പണ്ഡിതൻ. ആനരുടെ പേരാണ് അബൂ ആമിറുൽ വാഇദുൽ ബസരി റളിയല്ലാഹു അൻഹു. ആ മഹാൻ പറയാണ്, ഒരിക്കൽ ഞാൻ ഈ മനുഷ്യനെ, ഈ മോനെ ഹാറൂനുർ റഷീദ് രാജാവിന്റെ മകനെ ഒരു ദിവസം ഞാനതാ കൂലിക്ക് വാങ്ങി, അഥവാ ജോലിക്ക് വിളിച്ചു. 10 ആളുകൾ ചേർന്ന് ജോലി ചെയ്യുന്ന ജോലിയാണ് ആ മകനവിടുന്ന് ജോലി ചെയ്തത്. പക്ഷേ എന്താണ് ജോലി? അതേ കളിമണ്ണ് എടുക്കുന്നു, ഭിത്തിയുടെ മേൽ, മതിലിന്റെ മേൽ ആ കളിമണ്ണ് വെച്ചു കൊടുക്കുന്നു. അതോടൊപ്പം ഒരു കല്ലിൻ പുറത്ത് വേറൊരു കല്ല് കയറ്റി വെക്കുന്നു. ഇങ്ങനെ 10 പേര് ചേർന്ന് പണിയെടുക്കുന്നത് ഹാറൂനുർ റഷീദ് രാജാവിന്റെ ഒറ്റ മകൻ ജോലിയെടുക്കുന്നു. അബൂ ആമിറുൽ വാഇദുൽ ബസരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഇതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. 10 ആൾ എടുക്കുന്ന പണി ഒരാൾ എടുക്കുകയാണോ? ഹാദിഹി അഫ്ആലുൽ ഔലിയാ, ഔലിയാക്കളിൽ പെട്ടെങ്കിലേ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഔലിയാക്കൾക്കാകുമ്പോൾ അവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായമുണ്ടാകുമല്ലോ. അങ്ങനെ ഞാൻ എന്റെ ഒരു കാര്യം ഞാൻ പണിയെടുപ്പിച്ചു, പിന്നെ അയാളെ തന്നെ വേണമെന്ന് ഞാൻ അങ്ങ് അന്വേഷിച്ചപ്പോ ഞാൻ ചോദിച്ചു നോക്കുമ്പോ ഫവജത്തുഹു മരീള, അദ്ദേഹം രോഗിയാണ് എന്ന വിവരം കിട്ടി. നേരെ
നേരത്തെ പണിയെടുക്കുന്നത് പോലെ ഇപ്പൊ അദ്ദേഹത്തിന് പണിയെടുക്കാൻ കഴിയണില്ല. അദ്ദേഹം രോഗിയായി കിടക്കുകയാണെന്ന് അറിഞ്ഞു. ഉടനെ ഞാൻ എന്ത് ചെയ്തു? അതേ, ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, യാ സ്വാഹിബി ലാ തഗ്തരിർ ബിതനഉമിൻ ഫൽ ഉംറു യൻഫദു വന്നഈമു യസൂലു വഇദാ حملت إلى القبور جنازة فاعلم بأنك بعدها محمول. എന്നെ വിളിച്ചിട്ട് ഹാറൂനുർ റഷീദ് രാജാവിന്റെ ഈ മകൻ, രോഗിയായി കിടക്കുന്ന ഈ മകൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഓ എന്റെ കൂട്ടുകാരെ, നിങ്ങൾ ദുനിയാവിലെ ആഡംബരം കൊണ്ട് വഞ്ചിതനായി പോകണ്ട. ആയുസ്സിങ്ങനെ തീർന്നു പോകും. ഫൽ ഉംറു യൻഫദ്, ആയുസ്സിങ്ങനെ തീർന്നു പോകൂ. അങ്ങനെ ആയുസ് തീർന്നത് കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് ശൈഖുനാ സുരിബൈൽ ഉസ്താദ് നവറല്ലാഹു മർഖദ ഇവിടെ ഈ കാണുന്ന അതേ മഖ്ബറയിൽ രാജകീയ പ്രൗഢിയോടെ കിടക്കുന്നത്. അവരെല്ലാം അതാ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയില്ലേ. ഞങ്ങളെക്കാൾ എത്രയോ വലിയ ദറജയുള്ളവർ പോയി. പിന്നെ ഞങ്ങളേത് കണക്കാണ്? അതുകൊണ്ട് ആയുസ് തീർന്നു പോകുന്നതാണ്. ഇവിടെയുള്ള അനുഗ്രഹങ്ങൾക്ക് നിലനിൽപ്പില്ല ഉമ്മമാരെ. ഈ അനുഗ്രഹങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നതാണ്. നേരത്തെയുള്ള സൗന്ദര്യം ഇല്ലാതെയായി പോകുന്നു, ആരോഗ്യമില്ലാതെയായി പോകുന്നു, നേരത്തെയുള്ള ഭംഗിയില്ലാതെയായി പോകുന്നു. ഇവിടെയുള്ള എല്ലാ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതാണ്. എന്നിട്ടോ അബൂ ആമിറുൽ വാഇദുൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, എന്നിലേക്ക് നോക്കിയിട്ട് ഈ ഹാറൂനുർ റഷീദ് രാജാവിന്റെ മകൻ പറയാണ്, വഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ, ഓ അബൂ ആമിർ തങ്ങളെ, ഖബറുകളിലേക്ക് ഒരുപാട് ജനാസകൾ നിങ്ങൾ കൊണ്ടുപോയില്ലേ? ഒരുപാട് ആളുകൾ മരിച്ചപ്പോൾ അവരുടെ ജനാസ നിങ്ങൾ ഖബറുകളിലേക്ക് കൊണ്ടുപോയില്ലേ? ആ സമയത്തൊക്കെ നിങ്ങൾ ഉറപ്പിക്കേണ്ടുന്ന ഒരു കാര്യമില്ലേ? ഫഅലം ബി അന്നക ബഅദഹാ മഹ്മൂലു, അവരുടെ മയ്യത്ത് നിങ്ങൾ ചുമന്നു കൊണ്ടുപോയതുപോലെ ഒരു ദിവസം നിങ്ങളുടെ ജനാസയും ഇതുപോലെ നാട്ടുകാരെ ചേർന്ന് വഹിച്ചു കൊണ്ടുപോകും, ചുമന്നു കൊണ്ടുപോകും എന്ന് നിങ്ങൾ ഉറപ്പിക്കണേ, അറിയണേ. ഇത് പറഞ്ഞതിന് ശേഷം എന്നോട് ഹാറൂനുർ റഷീദ് രാജാവിന്റെ മകൻ വസിയത്ത് ചെയ്യുകയാണ്, നിങ്ങൾ എന്നെ കുളിപ്പിക്കണം. നേരത്തെ അശ്അരി സഖാഫി ഉസ്താദ് ഇവിടെ കുളിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്ത കാര്യം ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ? ഇതുപോലെ ഹാറൂനുർ റഷീദ് രാജാവിന്റെ മകൻ അബൂ ആമിർ തങ്ങളോട് പറയാണ്, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ കുളിപ്പിക്കണോ? ഇതുപോലെ തന്നെ എന്റെ ഒരു ജുബ്ബയിൽ തന്നെ നിങ്ങൾ കഫൻ പൊതിയണം. അപ്പൊ ഞാൻ ഈ മകനോട് ചോദിച്ചു, അല്ല എന്തേ ഒരു പുതിയ കുപ്പായത്തിലല്ലേ കഫൻ ചെയ്യേണ്ടത്? അപ്പൊ ഈ മകൻ പറഞ്ഞു, അൽ ഹയ്യു അഹ്വജു ഇലൽ ജദീദി മിനൽ മയ്യിതി യാ അബാ ആമിർ, ഓ അബൂ ആമിർ തങ്ങളെ, ആർക്ക് പുതിയത്? പുതിയ കുപ്പായങ്ങളൊക്കെ ജീവിച്ചിരിപ്പുള്ളവർക്കല്ലേ. മരിച്ച മയ്യത്തിന് എന്ത് പുതിയ കുപ്പായം? അസിയാബു തുബുലാ, ഏത് പുതിയ കുപ്പായത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്താലും ആ കുപ്പായങ്ങളെല്ലാം അതേ ഞൊരുമ്പിപ്പോയില്ലേ? കുപ്പായം ഞൊരുമ്പിപ്പോയില്ലേ? കഫൻ വസ്ത്രം ഞൊരുമ്പിപ്പോയില്ലേ? ശരീരങ്ങൾ ഞൊരുമ്പിപ്പോയില്ലേ? വൽ അഅമാലു തബ്ഖാ, ഖബറിൽ ബാക്കിയുള്ളത് അമലുകൾ മാത്രമാണ്. നല്ല നല്ല അമലുകൾ മാത്രമേ ഖബറിൽ ബാക്കിയുള്ളൂ. അല്ലാതെ കഫൻ വസ്ത്രം ഞൊരുമ്പിപ്പോയി, ശരീരം അതേ മണ്ണിൽ ജീർണിച്ചു പോയി, അമലുകളല്ലേ ബാക്കിയുള്ളത്.
എന്നിട്ടോ എന്നോട് ഹാറൂൻ റഷീദ് രാജാവിന്റെ മകൻ പറഞ്ഞു, ഓ അബു ആമിർ തങ്ങളെ, ഞാൻ മരിച്ചാൽ എന്റെ കയ്യിൽ ഒരു 2 വസ്തുക്കളുണ്ട്. എന്റെ ബാപ്പയിൽ നിന്ന് തൽക്കാലം പിരിഞ്ഞു വരുമ്പോ ബാപ്പാന്റെ ഒരു സ്വത്തും ഞാൻ കൊണ്ടുവന്നില്ല. ആകെ കൊണ്ടുവന്നത് 2 വസ്തുക്കൾ മാത്രമാണ്. അതിൽ ഒന്ന് മോതിരമാണ്, രണ്ടാമത്തത് മുസഹഫാണ്. ഈ മോതിരവും ഈ മുസഹഫും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇത് എന്റെ ബാപ്പയായ അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ റഷീദ് രാജാവിനെ ഏൽപ്പിക്കണം. എന്നിട്ടോ എന്റെ ബാപ്പാനോട് നിങ്ങളൊരു വാക്ക് പറയണം. നിങ്ങളുടെ മകൻ പറഞ്ഞു എന്ന് പറയണം. ഓ ബാപ്പാ, ലാ തദൂമന്ന അലാ ഗഫലതിക, നിങ്ങൾ എല്ലാ കാലത്തും ഇതുപോലെ രാജാവായി അല്ലാഹനെ മറന്ന് നടക്കരുത്, അശ്രദ്ധയിൽ നിത്യമാകരുത്. റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങളെ കൽബിൽ എപ്പോഴും വേണമെന്ന് ഇടക്കാലത്ത് നാട് വിട്ടുപോയ നിങ്ങളെ മകൻ മരിക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞു എന്ന് എന്റെ ബാപ്പാനോട് നിങ്ങൾ പറയണോ. അബൂ ആമിറുൽ വാഇദുൽ ബസരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഈ മകന്റെ വസിയത്ത് പോലെ ഹാറൂൻ റഷീദ് രാജാവിന്റെ മകനെ ഞാൻ അതാ കുളിപ്പിക്കുകയാണ്. വസിയത്ത് ചെയ്തതുപോലെ ഞാൻ അവിടുന്ന് അതാ കഫൻ ചെയ്യുകയാണ്. എന്നിട്ടോ അവിടുന്ന് മറവ് ചെയ്യുകയാണ്. മറവ് ചെയ്തതിന് ശേഷം ഈ കുട്ടിയുടെ ബാപ്പയായ ഹാറൂൻ റഷീദ് രാജാവിനെ കാണാൻ ചെന്നു. ദഫഅത്തുൽ മുസ്ഹഫ വൽ ഖാതമ ഇല റഷീദ്, ഈ മകൻ ഏൽപ്പിച്ചതുപോലെ ആ മോതിരവും ആ മുസ്ഹഫും ബാപ്പയായ ഹാറൂൻ റഷീദ് രാജാവിനെ ഞാൻ ഏൽപ്പിച്ചു. വഹഖൈതു മാ ജറാ, എന്നിട്ട് ഈ മകനിൽ നിന്നുണ്ടായ മുഴുവൻ സംഭവവും ഞാൻ ആ ബാപ്പാനോട് പറഞ്ഞു. നിങ്ങളോട് നിങ്ങളെ മകൻ മരിക്കുന്ന സമയത്ത് പറയാൻ പറഞ്ഞതാണ്, നിങ്ങൾ അശ്രദ്ധയിൽ നിത്യമാകാൻ പാടില്ല. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഫബകാ ഹാറൂൻ റഷീദ് രാജാവ് കരഞ്ഞുപോയി. എന്നിട്ടോ എന്നോട് ആ ബാപ്പ ചോദിച്ചു, എന്റെ കണ്ണിന്റെ കുളിർമയായ എന്റെ മകൻ, എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ മകൻ, ആ മകനെ നിങ്ങൾ ജോലിയെടുപ്പിച്ചോ? ജോലിക്ക് വേണ്ടി നടക്കുന്ന സമയത്ത് എന്റെ മകൻ രാജാവായ എന്റെ മകനെ കൊണ്ട് നിങ്ങൾ ജോലിയെടുപ്പിച്ചോ? അപ്പൊ ഞാൻ പറഞ്ഞു, അതേ, ജോലിയെടുപ്പിച്ചു. എന്തിലാണ്? ഫിത്തീനി വൽ ഹിജാറ, മണ്ണ് കുളക്കുന്നതിലും കല്ല് ചുമന്ന് വെക്കുന്നതിലും. അങ്ങനെയാണ് ഞാൻ പണിയെടുപ്പിച്ചത്. ഉടനെ ഹാറൂൻ റഷീദ് രാജാവ് എന്നോട് ചോദിച്ചു, ഇസ്തഅമൽതഹു ഫീ ദാലിക, എന്റെ മകനെ അങ്ങനെ നിങ്ങൾ പണിയെടുപ്പിച്ചുവല്ലേ? അതൊരു സാധാരണ മോനല്ല. വലഹു ഇത്തിസാലുൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോക നേതാവായ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭേദ്യമായ ബന്ധമുള്ള മോനാണ്. ആ മോനെ കൊണ്ടാ നിങ്ങൾ പൈസ കൊടുത്തിട്ട് പണിയെടുപ്പിച്ചത്. അബൂ ആമിർ തങ്ങൾ പറയാണ്, ഞാൻ ഉടനെ പറഞ്ഞുപോയി, അതിന് ഹാറൂൻ റഷീദ് രാജാവേ, മാ അറഫ്തുഹു, നിങ്ങളെ മോനാണ് എന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. പിന്നെ എന്നോട് ചോദിച്ചു, അന്ത ഗസൽതഹു, എന്റെ മകന്റെ മയ്യിത്ത് കുളിപ്പിച്ചത് നിങ്ങളാണോ? ഞാൻ അവിടുന്ന് പറഞ്ഞു, നഅം, അതേ രാജാവേ, നിങ്ങളുടെ മകന്റെ മയ്യിത്ത് കുളിപ്പിച്ചത് ഞാനാണ്. ഉടനെ ഹാറൂൻ റഷീദ് രാജാവ് എന്ത് ചെയ്തു? ഫഖബ്ബല യദയ്യ, ഈ മകന്റെ മയ്യിത്ത് കുളിപ്പിച്ച എന്റെ ഈ 2 കൈയിനെയും ഹാറൂൻ റഷീദ് രാജാവ് അവിടുന്ന് ചുംബിക്കുകയാണ്. അവിടുന്ന് അവിടത്തെ നെഞ്ഞിലേക്ക് അതേ എന്റെ കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്റെ മകന്റെ ഖബർ എവിടെയാണ്? എനിക്ക് എന്റെ മകന്റെ ഖബർ സിയാറത്ത് ചെയ്യണം. നേരെ മകന്റെ ഖബറിന്റെ അരികിൽ വന്നു. ഹാറൂൻ റഷീദ് രാജാവ് മകന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. ഈ സംഭവം പറഞ്ഞതിന് ശേഷം അബൂ
ആമിറുൽ വാഇദുൽ ബസരി റളിയല്ലാഹു അൻഹു ബസറയിലെ വലിയ വഅദ് പറയുന്ന പണ്ഡിതനായിരുന്നില്ലേ? മഹാനവരുകൾ പറയാണ്, സുമ്മ റഅയ്തുഹു ഫിൽ മനാമി അലാ സരീരിൻ അദീമിൻ ഫീ ഖുബ്ബത്തിൻ അദീമാ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വലിയ കുബ്ബക്ക് കീഴിൽ വലിയ ഒരു കട്ടിലിന്മേൽ ഈ 16 വയസ്സുള്ള മകൻ ഹാറൂനുർ റഷീദ് രാജാവിന്റെ തഖ്വയുള്ള ഈ മോൻ, ഇബാദത്തിലായി ആയുഷ് ചെലവഴിച്ച ഈ മോൻ, ആ മോനെ ഞാൻ അങ്ങ് സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ ഞാൻ ഈ മോനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ? ഉടനെ ഈ മോൻ പറഞ്ഞു, സിർതു ഇലാ റബ്ബിൻ റാദ്, എന്നെ തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട എന്റെ റബ്ബിലേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. ആ റബ്ബ് എനിക്ക് എന്തെല്ലാം നൽകിയെന്ന് നിങ്ങൾക്കറിയാമോ? അഅ്താനി മാല ഐനുൻ റഅത്, ഇന്ന് വരെ ഒരു കണ്ണുകൊണ്ടും കാണാൻ പറ്റാത്ത സുഖങ്ങളാണ് ആ റബ്ബ് എനിക്ക് തന്നത്. വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിക്കും കേൾക്കാൻ പറ്റാത്ത സുഖങ്ങളാണ് ആ റബ്ബ് എനിക്ക് തന്നത്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിൽ പോലും ഉദിക്കാത്ത അത്രയും വലിയ സുഖവും സൗകര്യവുമാണ് ആ റബ്ബ് എനിക്ക് തന്നത്. എന്നിട്ട് ഈ രാജാവിന്റെ മകൻ എന്നോട് പറഞ്ഞു, വല്ലാഹുല്ലദീ ഖലഖനീ, വല്ലാഹി അല്ലാഹുവാണ് സത്യം, എന്നെ പടച്ച റബ്ബിനെ സത്യം ചെയ്തിട്ട് ഞാൻ പറയാണ്, ലാ യഖ്റുജു അബ്ദുൻ മിനദ് ദുനിയാ, എന്നെ പോലെ ദുനിയാവിലെ ആഡംബരത്തെ കുറിച്ച് ചിന്തിക്കാതെ, ദുനിയാവ് വേണ്ടാന്നല്ല, വലിയ വീട് വേണ്ടാന്നല്ല, വലിയ വാഹനം വേണ്ടാന്നല്ല, സൗകര്യം ഉപയോഗപ്പെടുത്തണ്ടെന്നല്ല, ദുനിയാവാകുമ്പോൾ സൗകര്യമൊക്കെ വേണ്ടതാണ്, ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ സൗകര്യങ്ങളൊന്നുപോലും ആ എന്റെ വലിയ കൊട്ടാരത്തിന് സമാനമാണ് എന്റെ വീട്, വലിയ യാത്രക്ക് സൗകര്യമുള്ള എന്റെ വാഹനം, എന്റെ സൗകര്യമുള്ള ജീവിതങ്ങളൊന്നുപോലും യജമാനനായ റബ്ബിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയിട്ടില്ലല്ലോ, അകറ്റി നിർത്തിയിട്ടില്ലല്ലോ, ആ റബ്ബിന്റെ ചിന്ത വേണ്ടാന്ന് വെച്ചില്ലല്ലോ. ആ രൂപത്തിൽ എന്നെ പോലെ ആരാണ് ഇവിടെ ജീവിച്ചിട്ട് ഈ ദുനിയാവിനോട് യാത്ര പറയുന്നത്? ഇല്ലാ അക്രമഹു മിസ്ല കറാമതി, എന്റെ റബ്ബ് എന്നെ ബഹുമാനിച്ചതുപോലെ അവരെയും ബഹുമാനിക്കുന്നു. ഓ സുഹൃത്തുക്കളെ, എന്തിനാണ് ഞാൻ ഈ സംഭവം? ഇമാം ഇസ്മാഈലുൽ ഹിഖ്ൽ ബറൂസമി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആനിൽ വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ ലില്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും അതെല്ലാം നിലനിൽപ്പില്ലാത്ത ദുനിയാവിന്റെ വിഭവങ്ങളാണ്. പടച്ച റബ്ബിന്റെ അരികിൽ അറിയാത്തത് പലതുമുണ്ട്, അതാണ് ഇവിടത്തെക്കാളും ഗുണമായത്, അതിനാണ് നിലനിൽപ്പുള്ളത്. അതാർക്കുള്ളതാണ്? ഈമാനുള്ള ജനങ്ങൾക്കുള്ളതാണ്, ആ റബ്ബിന്റെ മേലെ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ജനങ്ങൾക്കുള്ളതാണ് എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ സംഭവം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ഖൽബ് തിരിക്കണം. ഇവിടെ ഇപ്പോൾ നീട്ടി പറയുന്നില്ല, ഞാൻ എന്റെ ഇന്നത്തെ വഅദ് നിർത്തുന്നു. മുഅ്മിനീങ്ങളെ, സുരിബൈൽ ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. നേരത്തെ പറഞ്ഞില്ലേ, അശ്അരിയയുടെ തറക്കല്ലിടൽ കർമ്മത്തിന് അന്ന് മുതഅല്ലിമായിരുന്ന ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ആലിമീങ്ങളെ ഖാദിമായി ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് ഇത് വളർന്നു, പടർന്നു, പന്തലിച്ചു. അന്ന് വന്യരായ ഉസ്താദ് അവരുകൾ ഒരു സ്വന്തം വാഹനമില്ലല്ലോ,
ഞാൻ അറിയുന്ന ആ സമയത്തെ കുറിച്ച് പറയാണ്. നാട്ടിൽ നിന്നിങ്ങോട്ട് വരുമ്പോഴും ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോഴും അതേ കിട്ടിയ വാഹനത്തിലങ്ങ് പോകൂ, KSRTC ബസ്സിൽ പോകൂ. ഒരു സ്വന്തം വാഹനമില്ല. എന്നാൽ എന്തിനാണ് ഈ സ്ഥാപനം പടുത്തുയർത്തിയത്? സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറയാൻ കഴിയണം. അതിന് ഒരു പരിധി ഉണ്ടാകരുത്, അതിനൊരു വേലിക്കെട്ടുണ്ടാകരുത്. സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറയണമെങ്കിൽ ആർക്കെങ്കിലും കീഴിൽ നിന്നാ പോരാ, സ്വതന്ത്രമായ ഒരു ദീനീ സംരംഭം വേണോ എന്ന വലിയ സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ടല്ലേ ഉസ്താദ് അവരുകൾ ഇത് തുടങ്ങി വെച്ചത്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇതാ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ഇവിടെ വിശ്രമിക്കുകയാണ്. ഇതുപോലെ ഞാനും പോയി കിടക്കാനുണ്ട്, നിങ്ങളും പോയി കിടക്കാനുണ്ട്. അത് എപ്പോഴും ആകാം. ഇന്ന് ഒരാള് മരണപ്പെട്ട കാര്യം എന്നോട് വേറൊരാള് പറഞ്ഞു. മകള് ഡോക്ടറാണ്. മകൾ ഏതൊരു ഹോസ്പിറ്റലിലാണോ ഡോക്ടറായിട്ടുള്ളത്, അതേ ഹോസ്പിറ്റലിൽ ബാപ്പയങ്ങ് മരിച്ചുപോയി. ഡോക്ടറായ മകൾക്ക് ബാപ്പാന്റെ മരണം വേണ്ടാന്ന് വെക്കാൻ കഴിഞ്ഞില്ല. എപ്പോഴുമാകാം. അതുകൊണ്ട് റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണേ. ഈ സ്ഥാപനത്തോട് കൈകോർക്കണേ. എല്ലാവരും ഒന്നെണീറ്റ് നിൽക്കുമോ? നമുക്കൊരു ചെറിയ ദുആ നടത്തി ഇവിടുന്ന് പിരിയണം. അല്ലാഹു ഞങ്ങളെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇത്രയും നേരം നിങ്ങൾ ഇരുന്നവരാണ്. ഒന്നിച്ച് നമുക്ക് ഇവിടുന്ന് പിരിയണം. ഒന്നരായ ഉസ്താദിന്റെ ശഫാഅത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ശൈഖ് ജീലാനി തങ്ങളുടെ മാസമാണല്ലോ. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എന്നെ പിടിച്ചവർ വേറെ ഒന്നും പേടിക്കാനില്ല. മശായിഖുമാരെ മുറുകെ പിടിച്ചാൽ അങ്ങനെയാണ്. സുരിബയിൽ ഉസ്താദിനെ മുറുകെ പിടിക്കൽ എങ്ങനെയാണ്? അശ്അരിയയെ മുറുകെ പിടിക്കുമ്പോഴാണ്. അശ്അരിയയുടെ പ്രവർത്തനത്തോട് പൂർണ്ണമായും കൈകോർക്കുമ്പോഴാണ്. അങ്ങനെയായാൽ ഒന്നരായ ഉസ്താദവരുകൾ ശഫാഅത്തിന്റെ വഴിയടിസ്ഥാനത്തിൽ അശ്അരിയയെ പിടിച്ചവരാരാണോ, അശ്അരിയയുടെ പ്രവർത്തനങ്ങളെ കൂടെ നിന്നവരാരാണോ, നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, ചെറിയ സമയത്തിനിടയിൽ ലക്ഷക്കണക്കിന് പണം മുടക്കിയിട്ട് ഇവിടെ ഒരുപാട് മിനുക്ക് പണികളെല്ലാം നടന്നു. അത് റബ്ബിന്റെ സഹായമാണ്. ഈമാനുള്ള ജനങ്ങളെ ഖൽബിൽ അല്ലാഹു തോന്നിപ്പിക്കുമ്പോൾ അവിടുന്ന് ദാ സഹായിക്കുകയാണ്. ചരിത്രത്തിൽ കാണാം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു യതസദ്ദഖു ബിമാലിഹി കുല്ലിഹി, തന്റെ സമ്പത്ത് മുഴുവനും സ്വതക്ക ചെയ്യുമ്പോൾ ചില മുസ്ലിമീങ്ങൾ തന്നെ മനഅഹു, ചരിത്രത്തിൽ കാണാം, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറയാണ്, എന്തിനാണ് നിങ്ങൾ ഈ കൊടുക്കുന്നത്? കൊടുക്കണ്ടെന്നല്ല, കുറച്ചു കൊടുത്താ പോരെ, ഫുള്ളായിട്ട് കൊടുത്താൽ നിങ്ങളെ കുടുംബത്തിന് വല്ലതും വേണ്ടേ എന്ന് പല മുസ്ലിമുകൾ വന്നിട്ട് പറയുമ്പോഴും അപ്പോഴല്ലേ ആയത്ത് ഇറക്കിയത്, വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ,
അവരെ വാക്ക് കേട്ട് കൊടുക്കുന്ന വിഷയത്തിൽ നിന്ന് പിറകോട്ട് പോകല്ലേ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ റളിയല്ലാഹു അൻഹു. കാരണം അല്ലാഹുവിന്റെ അരികിൽ നിങ്ങൾക്ക് ഖൈറായത് അല്ലാഹ് സൂക്ഷിച്ചിട്ടുണ്ട്, അതിനെ നിലനിൽപ്പുള്ളൂ. ഇവിടെയുള്ള ഒരു സമ്പാദ്യത്തിനും നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ആരെല്ലാം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടോ അവരെയെല്ലാം ഉസ്താദ് അവരുകൾ പരലോകത്ത് വെച്ച് കാണും. ഉസ്താദ് അവരുകൾ അവരെ കൈപിടിക്കൂ. ആ ലക്ഷ്യം വെച്ചിട്ടാണ് സാധുവായ ഞാനിവിടെ സഖവന്യരായ ഉസ്താദ് അവരുകൾ സാധുവായ എന്നെ വാദിന് ക്ഷണിച്ചപ്പോൾ അവിടുത്തെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു എളിയ ഖാദിമാണ്, ഒരു അംഗമാണ് ഞാൻ. ആ എല്ലാ ഹക്കും അവിടുന്ന് പ്രകടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരാനുള്ള കാരണം ആ ഞങ്ങളെ മശായിഖുമാരുടെ ശഫാഅത്തിൽ ഒന്ന് ഒരുമിച്ചു കൂടണമല്ലോ. എന്റെ കോടിന്റെ കീഴ് എല്ലാ വലികളും എന്റെ മുരീദിന് ഞാൻ ശാഫിഈ എന്നോവർ എന്ന് ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളെ മശായിഖന്മാരെ കൊടിക്കീഴിൽ ഞങ്ങൾക്ക് പോയി ഒന്ന് നിൽക്കാൻ കഴിയണമെന്ന ലക്ഷ്യത്തോടെയാണ് വന്നത്. സാധുക്കളായ ഞങ്ങൾക്കെല്ലാം അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. വന്നരായ ഉസ്താദ് ഉൾപ്പെടെ ഈ റബീഉൽ ആഖിറിൽ ഞങ്ങളോട് വിട പറഞ്ഞ ഞങ്ങളെ സർവ്വ മശായിഖന്മാർ, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പ നവ്വറല്ലാഹു മർഖദ, ഞാനിവിടെ പറഞ്ഞു ശൈഖുനാ നൂറുൽ ഉലമാ എം.എ. ഉസ്താദ്, ഞങ്ങളെ വന്യരായ ഉസ്താദ് ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, അതുപോലെ ഞങ്ങളെ വന്യരായ ഉസ്താദ് ശൈഖുനാ ചെറിയേപ്പി ഉസ്താദ്, അങ്ങനെ ആരെല്ലാം ഈ മാസത്തിലും അല്ലാതെയുമായി ലോകത്തോട് വിട പറഞ്ഞുവോ അവരുടെ എല്ലാ ആത്മീയമായ തണൽ അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും.